പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. സിനിമ ടോക്കീസ്. മമ്മൂട്ടി അറിയാത്ത കഥകൾ എന്ന പുസ്തകത്തിൽ സ്വർഗചിത്ര അപ്പച്ചൻ മമ്മൂട്ടിയെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: അപ്പച്ചന് മമ്മൂക്കയുടെ കൂടെ കാറിൽ യാത്ര ചെയ്യുവാൻ ഒരുപാട് ഇഷ്ടമായിരുന്നത്രേ. ഇക്ക ഓടിക്കുന്ന കാറിൽ ഇക്ക പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ആസ്വദിച്ചും ഇങ്ങനെ യാത്ര ചെയ്യുന്നതായിരുന്നു അവരുടെ ശീലം. ഒരിക്കലൊരു സുഹൃത്തിന്റെ മകന് അപകടം സംഭവിച്ചു എന്നറിഞ്ഞ് കാറിൽ അപകട സ്ഥലത്തേക്ക് പോകവേ പതിവിന് വിപരീതമായി മമ്മൂക്ക ഒന്നും സംസാരിക്കാത്തത് കൊണ്ട് ഒരല്പം ആശങ്കയോടെ "എന്തു പറ്റി, നിങ്ങൾ ഓക്കെ അല്ലേ?" എന്ന് ചോദിച്ച അപ്പച്ചനോട് ശബ്ദമിടറിക്കൊണ്ട് "ഞാൻ ജോലി സംബന്ധമായി ഒട്ടുമിക്ക സമയവും പുറത്തായിരിക്കും. വീട്ടിൽ ഭാര്യയും മക്കളും ഒറ്റയ്ക്ക് ഒരൊറ്റ ഫോൺ കോളിലൂടെ ആയിരിക്കും ഒരു അപകട വിവരം നമ്മളെ തേടിയെത്തുക. അതുകൊണ്ട് എനിക്ക് ഫോൺ റിങ് ചെയ്യുന്നത് ചില സമയത്ത് പേടിയാണ്. ദിവസവും മുടങ്ങാതെയുള്ള നിസ്കാരവും പുണ്യമാസത്തിൽ മുടങ്ങാതെയുള്ള വ്രതവും പിന്നെ കാറിൽ എപ്പോഴുമുള്ള നിസ്കാരപ്പായയുമാണ് ആകെയുള്ള സമാധാനം." ഇതായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. ഓരോ യാത്രയിലും കാറിൽ നിസ്കാരപ്പായയ്ക്കായി ഒരു ഇത്തിരി സ്ഥലം കരുതി വെക്കുന്ന, ദിവസവും നിസ്കരിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന, പുണ്യമാസത്തിൽ നൊയമ്പനുഷ്ഠാനം മുടക്കാതിരുന്ന, തന്നെ കൊണ്ട് ആവും വിധം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും കണ്ണീരൊപ്പുവാനും ശ്രമിച്ചിരുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് പടച്ചവന് കൈവിടാനാവുക? ഇക്കയുടെ ആരോഗ്യത്തിൽ ഒരു ആശങ്കയും വേണ്ടെന്നുള്ള PR ടീമിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം, പെരുത്തിഷ്ടം. മമ്മൂക്ക ഫാൻ അറിയാതെ പറയുന്നു, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ തീർച്ചയായും തിരിച്ചു വരും. പഴയ ചുറുചുറുക്കോടുകൂടി പഴയ മമ്മൂക്കയെ ഞങ്ങൾ ഇനിയും സ്ക്രീനിൽ കാണും. പറയുന്നത് ഒരു മമ്മൂക്കയും മോഹൻലാലിന്റെയും ഫാൻ തന്നെയാണ്. ഈ മമ്മൂട്ടിക്ക് വേണ്ടിയല്ലാതെ മോഹൻലാൽ എന്തിനാണ് ശബരിമല കയറിയത്? വളരെ സന്തോഷം തോന്നിയൊരു നിമിഷം തന്നെയാണ്. മുഹമ്മദ് കുട്ടി വിശാഖം നാൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പൂജ കഴിപ്പിച്ചതും ഉറ്റ സുഹൃത്തിന് വേണ്ടി തന്നെയായിരുന്നു. ഒരു മമ്മൂട്ടി ഫാനും ഒരു മോഹൻലാൽ ഫാനും ഒരുമിച്ച് പറയുന്നു, മമ്മൂക്ക, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ സന്തോഷ വാർത്ത പങ്കുവെച്ച TR ടീമിന്റെ സന്തോഷത്തിൽ നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.